ഇന്നത്തെ IPL മത്സരത്തിൽ ചെന്നൈയും കൊൽക്കത്തയുമാണ് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ ഇപ്പോൾ CSK ജയിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി പോയിന്റ് ടേബിൾ മാറിയിരിക്കുകയാണ്. IPLന്റെ പ്ലേ ഓഫ് ചിത്രം വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ IPLലെ ഓരോ ടീമിന്റെയും പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ മത്സരം കഴിഞ്ഞപ്പോൾ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. നിലവിൽ ഒന്നാം സ്ഥാനത്ത് ഗുജറാത്ത് ഉണ്ട്. അവർക്ക് 16 പോയിന്റാണുള്ളത്. അവരെ 99% പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഒരു ടീമിനെ പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ 16 പോയിന്റെങ്കിലും ആവശ്യമാണ്. രണ്ടാം സ്ഥാനമാണെങ്കിൽ RCBയും കൈയടക്കി വെച്ചിരിക്കുകയാണ്. അവർക്കും 16 പോയിന്റ് ഉണ്ട്. RCBയും പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. 11 മാച്ച് മാത്രമേ രണ്ട് ടീമും കളിച്ചിട്ടുള്ളൂ. ഇതേസമയം പഞ്ചാബാണ് മൂന്നാം സ്ഥാനത്ത്. പഞ്ചാബിനും 15 പോയിന്റ് ഉണ്ട്. ഒരു കളി കൂടി ജയിച്ചാൽ പഞ്ചാബും പ്ലേ ഓഫിലെത്തും. 11 മാച്ച് മാത്രമേ പഞ്ചാബ് കളിച്ചിട്ടുള്ളൂ. ഇനി നാലാം സ്ഥാനത്തുള്ളത് മുംബൈ ആണ്. അവർക്ക് 14 പോയിന്റ് ഉണ്ട്. കഴിഞ്ഞ മത്സരം തോറ്റതാണ് മുംബൈക്ക് തിരിച്ചടിയായത്. പഞ്ചാബ് മുംബൈ ടീം ഈ രണ്ട് ടീമിന്റെയും പ്ലേ ഓഫ് സേഫ് അല്ല. അവർക്കിനിയും മാച്ച് ജയിക്കേണ്ടതുണ്ട്. മുംബൈക്ക് തൊട്ടു താഴെ ഡൽഹിയുണ്ട്. അവർക്കും 13 പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് അടുത്ത മാച്ച് ജയിച്ചാൽ ഡൽഹി ടീം മുന്നിലേക്ക് കയറി വരും. കൊൽക്കത്ത ജയിച്ചുവെങ്കിൽ അവർക്കത് നേട്ടമായേനെ. കാരണം കൊൽക്കത്ത ടീമിന് 11 പോയിന്റ് മാത്രമേ ഉള്ളൂ. അവർക്ക് പ്ലേ ഓഫ് സാധ്യത കുറവാണ്. ഏഴാം സ്ഥാനത്തുള്ള ലക്നൗ ടീമിനും പ്ലേ ഓഫ് സാധ്യതയുണ്ട്. അവർക്ക് 10 പോയിന്റ് ഉണ്ട്. നിലവിൽ പ്ലേ ഓഫിൽ നിന്ന് പുറത്തായ ടീമുകൾ ഹൈദരാബാദ്, രാജസ്ഥാൻ, CSK ആണ്. ബാക്കിയുള്ള 7 ടീമിനും ഇനിയും പ്ലേ ഓഫ് സാധ്യതയുണ്ട്. രാജസ്ഥാൻ ടീമിന് 6 പോയിന്റ് മാത്രമേ ഉള്ളൂ. CSK ടീമിനും അതുതന്നെയാണ്. ഇതേസമയം ഹൈദരാബാദ് ടീം 7 പോയിന്റോടെ 8ാം സ്ഥാനത്തുണ്ട്. നിലവിലെ പോയിന്റ് ടേബിൾ നോക്കിയാൽ ഗുജറാത്ത്, RCB ഇവരെന്തായാലും പ്ലേ ഓഫിലെത്തി. ബാക്കിയുള്ള രണ്ട് ടീമിന് വേണ്ടി പഞ്ചാബ്, മുംബൈ, ഡൽഹി, കൊൽക്കത്ത ഈ ടീമുകളാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.